നിങ്ങൾക്കും കുറച്ചുകൂടെ സ്വതന്ത്രമായി മാധ്യമപ്രവർത്തനം നടത്താനുള്ള അന്തരീക്ഷം ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ ഉണ്ടാകും. അതാണ് വേറെ പ്രശ്നം. അതാണ് എൻ്റെ ഓർമ്മ ആർ ശങ്കറിൻ്റെ കാലം വരെ ഉള്ളൂ. ആർ ശങ്കർ മുഖ്യമന്ത്രിയായിരുന്ന കാലം, കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലം, ഞാൻ മുഖ്യമന്ത്രിയായിരുന്ന കാലം, ഉമ്മൻചാണ്ടിൻ്റെ മുഖ്യമന്ത്രി കാര്യം സെക്രട്ടേറിയറ്റിനകത്ത് സാധാരണ ജനങ്ങൾക്ക് പ്രവേശിക്കാൻ അവസരമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അച്ചവൻ്റെ ഗവൺമെൻറ് കാലം മുതൽ 2 മണിക്കൂർ 3:30 മുതൽ 5:30 വരെ 2 മണിക്കൂർ വിസിറ്റേഴ്സ് ടൈമായിരുന്നു. ആ സമയത്ത് മന്ത്രിമാർ മാത്രമല്ല, ഗവൺമെൻറ് സെക്രട്ടറിമാർ വരെ ആ സമയത്ത് സെക്രട്ടറികൾ ഉണ്ടാകണമായിരുന്നു. ചിട്ട ചിലപ്പോൾ ചില കുഴപ്പമായിരിക്കും, പക്ഷേ അത് ചിട്ടയായിരുന്നു. മന്ത്രിമാർ സാധാരണ ജനങ്ങൾക്ക് കേരളത്തിലെ ഏത് ഭാഗത്ത് പെട്ടവർക്കും പാസ് എടുത്താൽ മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരെ കാണാം, ഗവൺമെൻറ് സെക്രട്ടറിമാരെ കാണാം. പിണറായി വന്നപ്പോൾ ആദ്യം സാധിക്കുമായിരുന്നു. 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സെക്രട്ടേറിയറ്റിനകത്ത് സാധാരണ ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയെ കാണാൻ അവസരമില്ലാതെ വന്നു. മുഖ്യമന്ത്രി അപ്രാപ്യരായിട്ട് മാറി. ഉദ്യോഗസ്ഥന്മാർക്ക് പോലും കാണാൻ വയ്യാതെ വന്നു. അതിൻ്റെ ഒരു ദുരന്തമാണ് ഇന്ന് LDF ജനങ്ങളിൽ അകന്നുപോയി. ജനവികാരം മനസ്സിലാക്കാത്തൊരു ഗവൺമെൻറ്റായിപ്പോയി. അതാണ് അവിടെ. ഇനി മുതൽ വീണ്ടും സെക്രട്ടേറിയറ്റിൻ്റെ കവാടങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കും. മാധ്യമപ്രവർത്തകന്മാർക്ക് ഞങ്ങളൊക്കെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എപ്പോഴും കടന്നവരായിരുന്നു. എന്നെയൊക്കെ എൻ്റെ ആഫീസ് വരെ വന്ന് കയറി വരുമായിരുന്നു ഏത് സമയത്തും. നിങ്ങൾക്ക് ഇനിയും പുതിയ ഗവൺമെൻറ് കാലത്തും വീണ്ടും സ്വാതന്ത്ര്യം തിരിച്ചിട്ടിരിക്കുന്നു. ഏതായാലും സെക്രട്ടേറിയറ്റിൻ്റെ അകത്ത് എല്ലാവർക്കും സന്ദർശനമുണ്ടാകും. മന്ത്രിമന്ദിരങ്ങളിൽ മുൻകൂട്ടി അനുവാദം മേടിച്ചവർ പോയി കാണും. ഈ കഴിഞ്ഞ 10 വർഷത്തെ അനുഭവം ഇനി കേരളത്തിലുണ്ടാകത്തില്ല. അങ്ങനെ അനുഭവം പണ്ടില്ലായിരുന്നു, ഉണ്ടായിട്ടില്ല. ഇതൊക്കെ പഴയ സുഹൃത്തുക്കളോട് ചോദിച്ചറിയാം. ഞങ്ങളുടെ കാലത്ത് 3:30 to 5:30 വിസിറ്റേഴ്സ് ടൈമെങ്കിലും രാവിലെ മുതൽ മാധ്യമ സുഹൃത്തുക്കൾ നിൽക്കുകയാണ്, ഒരു പടയായിട്ട് നിൽക്കുകയാണ്. വളരെ വളരെ അപ്രിയമായ ചോദ്യം ചോദിക്കും, ഞങ്ങളെ ശ്വാസം മുട്ടിക്കും, ഏർപ്പെട്ടാക്കും, വല്ലാതെ വേർത്ത് കുളിക്കും. എന്നാലും ആരോടും ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടില്ല. ഇനി ഞങ്ങളുടെ അനുഭവം കേരളത്തിലുണ്ടാകത്തില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്കും സ്വാതന്ത്ര്യം കിട്ടുന്നു. അടുത്ത ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും വീണ്ടും ഇടം കിട്ടിക്കോട്ടെ. സ്വതന്ത്രമായ മാധ്യമ ഭരണവിരുദ്ധ വികാരത്തിന്റെ ചെറിയ ഭാഗം BJPക്ക് കിട്ടിയെന്നല്ലേ പറഞ്ഞു.